ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ സ്കൂൾ റൊട്ടീൻ എന്നും പറയാം, അല്ലെങ്കിൽ എന്താ നൈറ്റ് ടൈം റൊട്ടീൻ എന്നും പറയാം. രണ്ട് രീതിയിൽ നമുക്കിത് പറയാം. ഇപ്പോൾ എൻ്റെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ വൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ വൈൻ കുടിച്ചിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് വൈൻ കുടിച്ചതിന് ശേഷം ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നു. 10 മണിയൊക്കെയാണ് എൻ്റെ ഉറക്കം വരുന്നൊരു ടൈം. പക്ഷേ അതിനു മുമ്പ് ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊക്കെ ഉറക്കം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉറങ്ങാൻ നിന്നില്ല, കാരണം ഒത്തിരി പഠിക്കാനുള്ളതാണ്. സോഷ്യലാണ് ഞങ്ങളുടെ അവസാനത്തെ എക്സാം. അപ്പോൾ സോഷ്യലാണ് ഞങ്ങളുടെ അവസാനത്തെ പ്രീ ബോർഡ് 2. അപ്പോൾ സോഷ്യൽ പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇരുന്നു. ബാക്കി സയൻസോ മാത്സോ എല്ലാം ഞാൻ പിന്നെയും കിടന്നേനെ. പക്ഷേ ഇത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഒത്തിരി പഠിക്കാനുണ്ട് ഇതിനകത്ത് തന്നെ. സോഷ്യൽ ബേസിക്കലി ഈസിയാണ്, പക്ഷേ നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് പഠിക്കുന്ന സാധനങ്ങൾ, ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്. സംഭവം ഈസി ആണെങ്കിലും ഒത്തിരി പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്താലേ ഈ സംഭവം എല്ലാം നമുക്ക് തലയിൽ കയറത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ പൊളിറ്റിക്സിൻ്റെ ഡെമോക്രസി ആണെന്ന് തോന്നുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഔട്ട്കംസ് ഓഫ് ദ ഡെമോക്രസി ആണെന്ന് തോന്നുന്നു ഈ ക്ലിപ്പിൽ കാണുന്നത്. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തായി പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സോഷ്യലിൻ്റെ പ്രീ ബോർഡ് 2 സോഷ്യലാണല്ലോ അവസാനത്തെ എക്സാം. ഇതും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റെമഡിയൽ ക്ലാസ്സുകളും സ്പെഷ്യൽ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. 10 days ഞങ്ങൾക്ക് അവധി തരുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കില്ല, ബാക്കി പിള്ളേർക്കൊക്കെ ഉണ്ട്. 10th നും 12th നും ഈ ഒരു അവധി ഉണ്ടാവില്ല. മിക്കവർക്കും സ്കൂളിൽ തന്നെ വരേണ്ടി വരും. ഞാൻ പോകുന്നുണ്ട് സ്കൂളിലേക്ക്, എനിക്ക് സ്കൂളിൽ വരണം. പിന്നെ ഒരു 1:30 വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ റെമഡിയലൊക്കെയാണ്. അപ്പോൾ അതിനൊന്നും നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1:30 വരെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതിന് പോയിരിക്കണം. അത് കുറച്ച് മെനക്കേടാണ്, എങ്കിലും കുഴപ്പമില്ല. പക്ഷേ റെമഡിയിലിരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൂടുതൽ ഇടുന്നത് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിനൊക്കെ പോയിരിക്കുമ്പോഴാണ്. എനിക്ക് ആദ്യം റെമഡിയൽ ക്ലാസ്സിലിരിക്കാനൊക്കെ നല്ല മടിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഇരുന്നിട്ട് സത്യം പറഞ്ഞാൽ ഗുണമുള്ള പരിപാടിയാണെന്ന്. പിന്നെ എനിക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നതിന് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് ഈ പ്രീ ബോർഡിൻ്റെ സമയത്തൊക്കെ. അതുകൊണ്ട് എൻ്റെ ഈ പ്രീ ബോർഡ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലർലി വീഡിയോസൊക്കെ ഇടാൻ പറ്റും എന്നാണ് എനിക്ക് വിശ്വാസം. പിന്നെ ക്രിസ്മസിൻ്റെ അന്നെങ്കിലും എനിക്കൊരു വീഡിയോ എനിക്ക് ഇടണമെന്നൊരാഗ്രഹമുണ്ട്. ആ വീഡിയോ എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ ഒരു കണ്ടൻറ്റ് ഈ ഒരു വീഡിയോയിൽ ഇടണമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു ദിവസം ഇടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതായത് ഈ നൈറ്റ് ടൈം റൊട്ടീനു പകരം ആ ഒരു കണ്ടൻറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ സാഹചര്യം അതിന് അനുവദിച്ചില്ല. കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്, കുറച്ച് പ്രശ്നമല്ല, എങ്കിലും എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്തായാലും ക്രിസ്മസിൻ്റെ അന്നെങ്കിലും എനിക്കത് ഇടാമെന്ന് ഞാൻ നോക്കും. 24th ഞാൻ ആ വീഡിയോ എടുക്കും. 25th അത് അപ്ലോഡ് ചെയ്യാൻ നോക്കും. കാരണം എനിക്ക് ആ വീഡിയോ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്നതിന് അപ്പുറത്തുള്ളൊരു കണ്ടൻറ്റാണത്. പക്ഷേ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര സ്പെഷ്യലാണെന്നൊക്കെ. പക്ഷേ അതെനിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ എടുത്തിട്ടില്ല ആ വീഡിയോ. അതെന്തായാലും 24th ഞാൻ എടുത്തിട്ട് 25th അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഭയങ്കര 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 സ്പെഷ്യലായിരിക്കും. ഞാൻ ഈ ഒരു വീഡിയോ ഒത്തിരി ഈ ഒരു കണ്ടൻറ്റ് ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ പേരുടെ ചാനലിലൊക്കെ. അപ്പോൾ എൻ്റെ ചാനലിൽ എനിക്ക് ആ വീഡിയോ എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും 24th അത് എടുക്കും. ഞാൻ എന്നെ തന്നെ പറഞ്ഞു ഇതാക്കി വെച്ചേക്കാണ്. ഇനി വീട്ടിലും കൂടെ പറഞ്ഞൊന്ന് സമ്മതം വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തായാലും വരും. വീട്ടിൽ സമ്മതിക്കാൻ കുറവൊന്നുമില്ല, സമ്മതിക്കൊക്കെ ചെയ്യും. പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എല്ലാം നമുക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ കുറേ കണ്ട് ഇത് ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നൊരു വീഡിയോ ആണ്, ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ എന്തായാലും വരുന്നതായിരിക്കും. ഞാൻ ഇവിടെ പൊളിറ്റിക്സിനും എക്കണോമിക്സിനും ഒക്കെയാണ് യൂട്യൂബ് ചാനലിൽ നിന്നൊന്നും ചാനലിലൊന്നും റെഫർ ചെയ്യാണ്ട് പഠിക്കുന്നത്. ഹിസ്റ്ററി ഞാൻ കംപ്ലീറ്റ്ലി വേറെ ഏതെങ്കിലും ഒരു ചാനലൊക്കെ നോക്കിയിട്ടേ പഠിക്കുകയുള്ളൂ. കാരണം അത്യാവശ്യം മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഒത്തിരി പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ ഒരു കഥ പോലെങ്കിലും പഠിച്ചാലേ നമ്മുടെ മനസ്സിലത് നിൽക്കുകയുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാപ്പാഠം പഠിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഹിസ്റ്ററിയൊക്കെ ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്, ഒത്തിരി ഇൻഫർമേഷൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത് എനിക്ക് എന്തായാലും വേണം. പിന്നെ ജോഗ്രഫി എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ലെക്ചർ കേട്ടാലേ എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് സ്വന്തമായിട്ട് പഠിക്കാൻ നോക്കിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനുവേണ്ടി ലെക്ചർ കാണും. പക്ഷേ എല്ലാ ഹിസ്റ്ററിയിലെ ചാപ്റ്റേഴ്സിനൊന്നും ഞാൻ ലെക്ചർ കാണില്ല. ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, മിനറൽ എനർജി അങ്ങനെ ഒരു ചാപ്റ്ററില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കാണും. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സിനൊക്കെ ഞാൻ കാണും. എല്ലാ ചാപ്റ്റേഴ്സൊന്നും കാണില്ല. എന്തായാലും വാട്ടർ റിസോഴ്സ് ഒന്നും കാണില്ല. ഫസ്റ്റ് ചാപ്റ്റർ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് അത് കാണില്ല. അങ്ങനെ കുറച്ച് സിമ്പിൾ ചാപ്റ്റേഴ്സൊന്നും ഞാൻ കാണില്ല. അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തേക്കുന്നത് ശുഭം പാഠക് എന്ന് പറഞ്ഞ ഒരു മാഡം ഉണ്ട്. പുള്ളിക്കാരുടെ ചാനലിൽ നടത്തുകയാണ്. പുള്ളിക്കാരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു 30 ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും. ജോഗ്രഫിക്ക് സെപ്പറേറ്റ്, സിവിക്സിന് സെപ്പറേറ്റ്, ഹിസ്റ്ററിക്ക് സെപ്പറേറ്റ്, എക്കണോമിക്സിന് സെപ്പറേറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിലും 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ജോഗ്രഫിക്ക് 30 ക്വസ്റ്റ്യൻസ്, സിവിക്സിന് 30 ക്വസ്റ്റ്യൻ, അങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുക്കുകയാണ്. അതിൽ നിന്ന് ഞാൻ
പവർ ഷെയറിങ് ആദ്യം എഴുതിയെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. കാരണം എനിക്ക് അതൊട്ടും ആവശ്യമില്ലാത്തതാണ്. പവർ ഷെയറിങ്ങും ഫെഡറലിസവും ഞാൻ എഴുതിയില്ല. പിന്നെ ജെൻഡർ, റിലീജിയൻ തൊട്ട് ഔട്ട്കംസ് ഓഫ് ദ ഡെമോക്രസി വരെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ജോഗ്രഫി എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ ജോഗ്രഫി വേണ്ടാന്ന് ഞാൻ മാറ്റി വെച്ചേക്കാണ്. എനിക്കറിയാത്ത ചാപ്റ്റേഴ്സ് മാത്രം നോക്കാമെന്ന് വിചാരിച്ചു. ബാക്കിയെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. എൻ്റെ സോഷ്യലിൻ്റെ പ്രീ ബോർഡ് 23rd അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ 21st ആണ്. അപ്പോൾ 21st വീഡിയോ നിങ്ങൾക്ക് ഇന്ന് കിട്ടും. പിന്നെ 22nd വീഡിയോ നിങ്ങൾക്ക് നാളെ കിട്ടും. 23rd വീഡിയോ നിങ്ങൾക്ക് മറ്റന്നാൾ കിട്ടും. ഇങ്ങനെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 24th ഞാൻ എടുക്കുന്ന വീഡിയോ എന്തായാലും നിങ്ങൾക്ക് 25th തന്നെ കിട്ടും. കാരണം അന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ ചിലപ്പോൾ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ ഒരു വീഡിയോ മാത്രമേ അന്ന് കാണുള്ളൂ. എന്തായാലും അന്നൊരു വീഡിയോ സ്പെഷ്യലായിട്ട് എന്തായാലും ഉണ്ടാകും. കാരണം ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് അല്ലേ, ക്രിസ്മസ് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഇടണം. ക്രിസ്മസ് വ്ലോഗ് എന്തായാലും എന്നെ കൊണ്ട് എടുക്കാൻ പറ്റില്ല, ഒത്തിരി പഠിക്കാനുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ എത്ര നാളെ എനിക്കറിയാൻ പാടില്ല. വീട് സ്കൂള് വീട്, ഇത് തന്നെയാണ് എൻ്റെ റൊട്ടീൻ. പിന്നെ ഇടയ്ക്ക് സൺഡേ കിട്ടി അമ്പലത്തിൽ പോകും, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതെ, വേറെ ഒന്നുമില്ല. സ്കൂളും എൻ്റെ വീട് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. പിന്നെ സ്കൂളും വീടും അടുത്ത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുറേ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അത്രേ ഉള്ളൂ. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റുമാണ് സോഷ്യൽ. എനിക്ക് ഏറ്റവും കൂടുതൽ ബാക്ക്ലോഗ്സ് ഉള്ളതും സോഷ്യലിലാണ്. കാരണം സോഷ്യൽ ഒത്തിരി ഉണ്ടല്ലോ പഠിക്കാനായിട്ട്. മെയിൻലി എൻ്റെ ജോഗ്രഫിയാണ്. ജോഗ്രഫിയിൽ എനിക്ക് എന്താ അറിയാൻ പാടില്ല, എനിക്ക് ജോഗ്രഫി ഇത്ര ഇഷ്ടമല്ലാത്തത്. ബാക്കി ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും, ഈവൻ ഹിസ്റ്ററി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, എനിക്ക് പ്രിൻ്റ് കൾച്ചറൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. അങ്ങനത്തെ കഥയൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഒരു രസമുണ്ട്. പക്ഷേ ജോഗ്രഫി ഇങ്ങനെ പഠിച്ച് മടുത്ത് ആ ബുക്കൊക്കെ എടുത്ത് എറിഞ്ഞു കളയാൻ വരെ തോന്നും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റാണ് ജോഗ്രഫി. ഈവൻ എക്കണോമിക്സും എനിക്ക് വലിയ താല്പര്യമില്ല, എങ്കിലും കുഴപ്പമില്ല. എക്കണോമിക്സൊക്കെ നമുക്ക് ഒതുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ജോഗ്രഫി പറ്റത്തേയില്ല എനിക്ക്. അപ്പോൾ അങ്ങനെ പഠിച്ച് ലാസ്റ്റ് എനിക്ക് വിശക്കാൻ തുടങ്ങി. ഞാനൊരു 7:30 കഴിയുമ്പോഴേക്കും ഞാൻ ഡിന്നർ കഴിക്കാൻ തുടങ്ങും. കാരണം ഒത്തിരി ലേറ്റായിട്ട് ഫുഡ് കഴിച്ചാൽ ശരിയാവില്ലെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ മാക്സിമം നേരത്തെ നിങ്ങളുടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഏതൊരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കണം, ഡിന്നർ. അപ്പോൾ അതുകൊണ്ട് വിശപ്പ് കൊണ്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം തന്നെ പോയി ലാപ്ടോപ്പൊക്കെ കുത്തിയിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും യൂസ് ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ ലാപ്ടോപ്പൊക്കെ കൊണ്ട് കുത്തിയിട്ടു. ആൻഡ് ഫുഡ് എന്താ കഴിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു തോരനും പിന്നെ മീൻ കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ പോയി ഫേസൊക്കെ വാഷ് ചെയ്തു. രാത്രി ആകുമ്പോഴേക്കും ഫേസ് വാഷിങ് ആൻഡ് പല്ല് തേപ്പ് എനിക്ക് മെയിനാണ്. പല്ല് തേപ്പൊക്കെ മറന്നു, പക്ഷേ ഫേസ് വാഷ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ വീണ്ടും പഠിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പഠിക്കുന്ന ക്ലിപ്പൊന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. എൻ്റെ ഫോണിന് ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോൺ നേരെ കൊണ്ട് കുത്തിയിട്ടു. ടൈമറൊക്കെ വെച്ചേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എഴുതിയിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇനി പഠിക്കണമല്ലോ. അപ്പോൾ പഠിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.